നിലമ്പൂർ ഫോറസ്റ്റ് ഓഫീസ് DMK പ്രവർത്തകർ അടിച്ചു തകർത്ത കേസിൽ PV അൻവർ MLA അറസ്റ്റിൽ. കേസ് കൃത്യനിർവഹണം, തടയൽ, പൊതുമുതൽ നശിപ്പിക്കലടക്കമുള്ള വകുപ്പുകൾ പ്രകാരം മോദിയേക്കാൾ കൂടുതൽ ഭരണകൂട ഭീകരത പിണറായി നടപ്പാക്കുന്നുവെന്ന് PV അൻവർ. സ്വാഭാവിക നടപടി മാത്രമെന്ന് മന്ത്രി AK ശശീന്ദ്രൻ. പ്രതിഷേധവുമായി DMK പ്രവർത്തകർ. പെരിയ ഇരട്ടക്കൊല കേസ് പ്രതികളെ കണ്ണൂർ സെൻട്രൽ ജയിലിൽ എത്തിച്ചു. പ്രതികൾക്ക് CPIM നേതാവ് P ജയരാജന്റെ നേതൃത്വത്തിൽ സ്വീകരണം. കമ്മ്യൂണിസ്റ്റുകളെ തടവറ കാണിച്ചു ഭയപ്പെടുത്താൻ നോക്കേണ്ടെന്ന് ജയരാജൻ. മലപ്പുറം കരുളായിൽ കാട്ടാന ആക്രമണത്തിൽ ആദിവാസി യുവാവിന് ദാരുണാന്ത്യം. കയ്യിലുണ്ടായിരുന്ന 5 വയസ്സുകാരൻ രക്ഷപ്പെട്ടത് അത്ഭുതകരമായി. മണി ആശുപത്രിയിൽ എത്തിച്ചത് 1.5 കിലോമീറ്റർ ചുമന്ന്. ഞാൻ വേറൊരു സ്ഥലത്തിലാണ്, ഒരു 4 കിലോമീറ്റർ അപ്പുറത്താണ്. നിങ്ങൾ അറിഞ്ഞ് ഇവിടേക്ക് എത്തിയതിനു ശേഷമാണ് അവിടെ പോയി എത്തിയ ശേഷം ഞാൻ ഏക്ക് കാണുന്നത്. എനിക്ക് ഇവരെ കിട്ടിയ 8:10 രാത്രി. സ്കൂൾ കലോത്സവത്തിൽ ഇഞ്ചോടിഞ്ച് പോരാട്ടം. കണ്ണൂർ ജില്ല മുന്നിൽ. തൃശൂരും കോഴിക്കോടും തൊട്ടു പിന്നിൽ. 2ാം ദിനം വേദി കീഴടക്കിയ ഒപ്പനയും നാടകവും അടക്കമുള്ള ഗ്ലാമർ ഇനങ്ങൾ. കേരള വിഷൻ ന്യൂസിനൊപ്പം കലോത്സവ വിശേഷങ്ങളിൽ പങ്കുചേർന്ന ചീഫ് സെക്രട്ടറി ശാരദാ മുരളീധരൻ. ഈ കലോത്സവത്തിനെത്തുന്ന കുട്ടികൾക്ക് എന്താണ് ഒരു ഉപദേശം നൽകാനുള്ളത്? കുട്ടികളോട് മാത്രമല്ല, മനുഷ്യരോട് മുഴുവൻ അല്ലേ? രമേശ് ചെന്നിത്തലക്കെതിരെ ഒളിയമ്പുമായി K മുരളീധരൻ. ആരെയെങ്കിലും പുകഴ്ത്തിയാൽ മുഖ്യമന്ത്രിയാവില്ല. മുഖ്യമന്ത്രി ആരെന്ന് ചർച്ച ചെയ്യാനുള്ള സമയമല്ല ഇത്. തീരുമാനമെടുക്കേണ്ടത് കോൺഗ്രസ് നിയമസഭാ കക്ഷിയെന്നും മുരളീധരൻ. അനിൽ അംബാനിയുടെ കമ്പനിയിലെ KFC നിക്ഷേപത്തിൽ സർക്കാരിനോട് ചോദ്യങ്ങളുമായി VD സതീശൻ. പണം നിക്ഷേപിക്കാനുള്ള തീരുമാനം KFC ബോർഡിന്റേതോ? റിയലൻസിന്റെ ബാധ്യതയെക്കുറിച്ച് വാർത്തകൾ വന്നിട്ടും KFC കണ്ടില്ലേ? കമ്പനി തകർച്ചയിലാണെന്ന റേറ്റിംഗ് ഏജൻസി കെയറിന്റെ റിപ്പോർട്ട് അവഗണിച്ചത് എന്തുകൊണ്ടെന്നും സതീശൻ. ദ്വയാർത്ഥ പ്രയോഗത്തിലൂടെ ഒരു വ്യക്തി തുടർച്ചയായി അപമാനിക്കുന്നുവെന്ന് നടി ഹണി റോസ്. പണത്തിന്റെ ധാർഷ്ട്യത്തിൽ ഏത് സ്ത്രീയെയും അപമാനിക്കാമെന്ന് കരുതരുത്. നിയമപരമായി മുന്നോട്ടു പോകുമെന്നും FB പോസ്റ്റ്. പോസ്റ്റിന് താഴെ മോശം കമന്റിട്ട് 27 പേർക്കെതിരെ പരാതി നൽകി നടി. ഗുജറാത്തിലെ പോർബന്തറിൽ കോസ്റ്റ് ഗാർഡ് ഹെലികോപ്റ്റർ തകർന്ന് 3 മരണം. അപകടം പരിശീലന പറക്കലിനിടെ. ധ്രുവ് ഹെലികോപ്റ്റർ തകർന്നു വീണത് നാവികത്താവളത്തിൽ.